മനുഷ്യകുലത്തിന്റെ എല്ലാ വഴികേടും ഈ രണ്ട് വഴിക്കാണ്. രണ്ട് വഴിയാണ്. ഒന്ന് കോപിക്കപ്പെട്ടവരുടെ മാർഗം, ജൂതന്മാരുടെ മാർഗം. രണ്ട് വഴിപിഴച്ചവരുടെ മാർഗം, ക്രൈസ്തവന്റെ മാർഗം. ക്രൈസ്തവന്റെ മാർഗം ഏതാ? വിവരമില്ലാതെ ദീനിലേക്ക് പലതും കൂട്ടിച്ചേർത്തി കൊണ്ടുവരിക. ജൂതന്റെ മാർഗം ഏതാ? തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ ഉണ്ടെന്ന് സ്ഥിരപ്പെട്ടാലും അംഗീകരിക്കാതെ തള്ളിക്കളയുക. അതാ ജൂതന്റെ വഴി. ആ രണ്ട് വഴിക്ക് മനുഷ്യന്മാരെ പഴിച്ചു പോകുള്ളൂ. അത് രണ്ടിനും മധ്യയാണ് സത്യം. അതാണ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം രണ്ടിനും നടുവിലാണ്. അതിൽ നിന്ന് ഒന്നുകിൽ തെറ്റിപ്പോകും ഓവറായിക്കൊണ്ട്, അല്ലെങ്കിൽ തെറ്റിപ്പോകും ഇത് എടുത്തൊഴിവാക്കിക്കൊണ്ട്. ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ വ്യത്യസ്തങ്ങളായ മതസംഘടനകളെ നാം പരിശോധിച്ചാൽ ഈ നേരായ റൂട്ടിൽ നിന്ന് ഈ ഒരു വഴിക്ക് വഴിമാറിപ്പോയതായി കാണാൻ സാധിക്കും. ഒന്നുകിൽ ദീനില്ലാത്ത പലതും ദീനായി കൊണ്ടടക്കുന്നു. എവിടുന്ന് കിട്ടി വെച്ചാൽ നമ്മൾ ഉസ്താദ് പറഞ്ഞാണ്, അത് ആ ഏടിലുള്ളതാണ്, അത് മറ്റാൾ കിരാവ് കണ്ടതാണ്, അത് ഇയാൾ അവിടുന്ന് ഒരു കീര കേട്ടതാണ്. ഇങ്ങനെ കീരയും കാലയും കിരാവുകളും സ്വപ്നങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അതിനൊക്കെ അടിസ്ഥാനത്തിൽ ദീന സ്വീകരിക്കുന്ന മനുഷ്യന്മാർ. അങ്ങനെ എത്രയെത്ര അനാചാരങ്ങൾ സമുദായത്തിൽ വന്നു. ഇല്ലാത്ത നിസ്കാരങ്ങൾ, ഇല്ലാത്ത നോമ്പുകൾ, ഇല്ലാത്ത ദിക്റുകൾ, ഇല്ലാത്ത ദുആകൾ, ഇല്ലാത്ത സലാത്തുകൾ എല്ലാം അങ്ങനെ ഓരോരുത്തരുണ്ടാക്കിയത്. ഇതിനൊക്കെ തെളിവുണ്ടോ ചോദിച്ചാലോ, അപ്പൊ തെളിവ് ആവശ്യമില്ല. ഒരു പഴുത്തുന്ന എടുത്തു കഴിഞ്ഞാൽ അത് ഒരു കിതാബായി. പള്ളിക്ക് ഉസ്താദ് പറഞ്ഞാൽ അത് പിന്നെ ദീനി, പിന്നെ ചോദ്യമില്ല. അങ്ങനെ എല്ലാം സ്വീകരിച്ചു പോകുന്ന ഒരു വഴി. മറുഭാഗത്ത് പ്രമാണമാണെന്ന് ബോധ്യപ്പെട്ടാലും സ്വീകരിക്കാതെ തള്ളിക്കളയുന്ന ആളുകൾ. ഇതര മുജാഹിദ് സംഘടനകൾ, മറ്റു ചില സംഘങ്ങൾ ഒക്കെ പലപ്പോഴും ആ വഴിയാണ് അറിഞ്ഞോ അറിയാതെയോ സ്വീകരിച്ചു പോകുന്നത്.